कुञ्जविहारी जय राधमाधवा कुञ्जविहारी जय गोपीजनवल्लभ गिरिवरधारी जय राधमाधवा कुञ्जविहारी जय गोपीजनवल्लभ गिरिवरधारी यशोदनन्दन मृगजनरञ्जन यशोदनन्दन मृगजनरञ्जन यमुनतीरावनचारि मुनतीरावनचारि जय राधमाधवा कुञ्जविहारी जय गोपीजनवल्लभ गिरिवरधारी यशोदनन्दन मृगजनरञ्जन यशोदानन्दन मृगजनरञ्जन यमुनतीरावनचारि जय श्रीकृष्णा चैतन्या प्रभो नित्यानन्दा श्री अद्वैता गदाधर शिवसादि गौरभक्तवृन्दा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव राधा माधव राधा जय राधा गोपीनाथ राधा गोपीनाथ राधा जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय वृंदावन राम जय जगन्नाथ जय जगन्नाथ जय बलदेवा जय सुभद्रा जय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरनिताय जय प्रभुपदाय विघ्न विनाशक नरसिंहदेव जय विनाशक नरसिंहदेव जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव। एवं विष्णुपाद परमहंसगरुडाचार्य स्तोत्र श्री भक्ति वेदांत स्वामी श्रील प्रभुपाद की जय। अनंत कोटि वैष्णव वृंद की जय। नामाचार्य श्रील हरिदास ठाकुर श्रील प्रभुपाद की जय। ഭഗവത്ഗീത സത്സംഗ് ക്ലാസ് की जय। ഹരേ കൃഷ്ണ. ഇവിടെയുള്ള ഒത്തുകൂടിയ എല്ലാ ഭക്തന്മാരുടെയും പാദങ്ങളിൽ എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 ധ്യാനയോഗം ശ്ലോകം 37. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവായ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. ഹരേ കൃഷ്ണ. അധ്യായം 6 ധ്യാനയോഗം ശ്ലോകം 37. അർജുനോവാച അയതി ശ്രദ്ധയോപേതോ യോഗചലിതമാനസാ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അയതി ശ്രദ്ധയോപേതോ യോഗചലിതമാനസാ
അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അർജുനോവാച അയധി ശ്രദ്ധയോപേതോ യോഗചലിതമാനസ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ഹരേ കൃഷ്ണ. ആരെങ്കിലും ശ്ലോകം വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതോ യോഗാചരിതമാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാംഗതിം കൃഷ്ണ ഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാക്കർത്ഥം വായിച്ചോളൂ. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതോ യോഗാചലിതമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അർജുന ഉവാച. അർജുന അത് വേണോ വായിക്കണോ? ഒരു ശ്ലോകം വായിച്ചല്ലോ. ഞാൻ വായിക്കാം. വാക്കർത്ഥം ഞാൻ വായിക്കാം. ബാക്കി വിവർത്തനം നിങ്ങൾ വായിച്ചു. അർജുനോവാച. അർജുനൻ പറഞ്ഞു, അയതി യോഗത്തിൽ വിജയിക്കാത്തവനായി, ശ്രദ്ധയാ ഉപേത ഭക്തിയുള്ളവൻ, യോഗാത് യോഗത്തിൽ നിന്ന്, ചലിതമാനസ ചലിതചിത്തനായവൻ, യോഗസംസിദ്ധിം യോഗസിദ്ധിയെ അപ്രാപ്യ പ്രാപിക്കാതെ, കൃഷ്ണ ഹേ കൃഷ്ണ കാം ഗതിം ഏതു ഗതിയെ ഗച്ഛതി പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. വിവർത്തനം ബി.എസ്. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. അർജുനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതിയെന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളിൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണയിലെത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്ത് സംഭവിക്കും? ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുന്നെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അർജുനൻ പറഞ്ഞു, ഭാവാർത്ഥം, ആത്മസാക്ഷാത്കാരത്തിലേക്ക് അഥവാ യോഗ ദർശനത്തിലേക്കുള്ള വഴി ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജീവസത്ത ഈ ഭൗതിക ശരീരമല്ലെന്നും അതിൽ നിന്നും ഭിന്നനാണെന്നും തന്റെ യഥാർത്ഥ സുഖം സച്ചിദാനന്ദ ജീവിതത്തിലാണെന്നുമുള്ള ബോധമാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ അടിസ്ഥാന തത്വം. ശരീര മനസ്സുകൾക്ക് അതീതമായതാണ് ഈ സച്ചിദാനന്ദം. ജ്ഞാനമാർഗത്തിലൂടെയോ അഷ്ടാംഗ യോഗചര്യയിലൂടെയോ ഭക്തിയോഗം വഴിക്കോ ജനങ്ങൾ ആത്മസാക്ഷാത്കാരം തേടുന്നു. ഏതു വഴിക്കായാലും ജീവാത്മാവിന്റെ മൂലസ്വരൂപത്തെയും ഭഗവാനുമായുള്ള ബന്ധത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുനഃസ്ഥാപിച്ച് കൃഷ്ണാവബോധത്തിന്റെ പരമകാഷ്ഠയിൽ എത്തേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയേണ്ടതുണ്ട്. മുൻപറഞ്ഞ 3 പദ്ധതികളിൽ ഏതു സ്വീകരിച്ചാലും വേഗത്തിലോ പതുക്കെയോ തീർച്ചയായും ആ പരമപദം പോകാം. 2-ാം അധ്യായത്തിൽ ഭഗവാൻ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മോക്ഷത്തിലേക്കുള്ള വൻ പ്രതീക്ഷയാണ്. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ശരിയായ രീതി എന്ന നിലയിൽ ഈ 3 പദ്ധതികളിൽ വെച്ച് ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായത് ഭക്തിയോഗമത്രേ. കൃഷ്ണന്റെ മുൻ വാക്കുകളെ ഒന്നുകൂടി ഉറപ്പുവരുത്തുവാനായി ഇവിടെ അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്. ഒരാൾ ആത്മാർത്ഥതയോടെ സാക്ഷാത്കാരത്തിന്റെ മാർഗം സ്വീകരിക്കാം. പക്ഷേ ജ്ഞാനത്തെ വളർത്തിയെടുക്കലും അഷ്ടാംഗയോഗ പരിശീലനവും ഇന്ന് കൂടുതൽ ദുഷ്കരമാകയാൽ നിരന്തരം പരിശ്രമിച്ചാൽ കൂടി വിവിധ കാരണങ്ങളാൽ പരാജിതനായെന്ന് വരാം. ഒന്നാമത്, അയാൾ ഈ പദ്ധതിക്ക് ആവശ്യമായ പ്രാധാന്യം കൽപ്പിക്കുകയില്ല. ആധ്യാത്മിക മാർഗത്തിൽ ഇറങ്ങുന്നത് മായാശക്തിയോട് യുദ്ധം പ്രഖ്യാപിക്കലാണെന്ന് തന്നെ പറയാം. അതിനാൽ തന്റെ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന മനുഷ്യനെ വിവിധങ്ങളായ പ്രലോഭനങ്ങൾ കൊണ്ട് മായാശക്തി തോൽപ്പിക്കാൻ തുനിയുന്നു. സ്വാഭാവികമായി തന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രലോഭനത്താൽ വശീകൃതനാണ് ബന്ധനായ ജീവാത്മാവ്. ആധ്യാത്മിക ചര്യയിൽ യമനിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും പ്രലോഭനങ്ങളാൽ വശീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടു താനും. യോഗാചലിത മാനസ ആധ്യാത്മികമായ മാർഗത്തിൽ നിന്നുള്ള ഭ്രംശമാണിത്. ആത്മജ്ഞാനത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള ഫലം എന്തെന്നറിയാൻ അർജുനന് ആഗ്രഹമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ.
മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഹരിമിത്കൃതവാതമകം വന്ദേ പരമാനന്ദമാധവം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ജാതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ദക്കി ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ ധ്യാനയോഗം എന്നുള്ള അധ്യായത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് ധ്യാനയോഗത്തിന്റെ ഓരോ നിഷ്കർഷകൾ പറഞ്ഞു അല്ലെ. ആദ്യം എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ധ്യാനയോഗം പരിശീലിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ധാമങ്ങളില് ഭഗവാന്റെ ലീലകൾ നടന്ന ധാമങ്ങളിലൊക്കെയാണ് ഈ ധ്യാനയോഗമൊക്കെ തപസ് അനുഷ്ഠിക്കാനൊക്കെ യോജിച്ച സ്ഥലങ്ങൾ. അങ്ങനെയുള്ള സ്ഥലം ഏറ്റെടുക്കണം. അതുപോലെ ധ്യാനയോഗം പരിശീലിക്കുന്ന വ്യക്തി എന്തൊക്കെ സ്വഭാവങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്, എന്തൊക്കെ എങ്ങനെയാണ് ആഹാര രീതി, ഇതെല്ലാം നമ്മൾ പഠിക്കില്ലേ. മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം, മനസ്സിനെ ബുദ്ധിക്ക് കീഴടങ്ങിക്കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിന് പോകാതെ കണ്ട് അങ്ങനെയാണ് ധ്യാനയോഗം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. മനസ്സിനെയൊക്കെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് പല രീതിയിൽ ഇവിടെ വിവരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്പം അവസാനം നമ്മൾ ഭഗവത്ഗീത അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇപ്പം മൂന്നാമത്തെ അധ്യായത്തിൽ കർമ്മയോഗം വിശദീകരിക്കുമ്പോൾ കർമ്മയോഗത്തിന് വേണ്ടുന്ന യോഗ്യതകള് എന്താണ്, അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ കർമ്മങ്ങള്, ഫലേച്ഛയുടെ ഉള്ള കർമ്മങ്ങള്, നിഷ്കാമകർമ്മം, പിന്നെ കർമ്മയോഗത്തിലേക്ക് എങ്ങനെ പോകണം, അതൊക്കെ വിവരിക്കും. അതിനുശേഷം അവസാനം അർജുനൻ ചോദിക്കും, അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഈ ഇങ്ങനെ കർമ്മയോഗത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ധ്യാനയോഗത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കും, അദ്ദേഹത്തിന്റെ ജീവിത രീതി എങ്ങനെയായിരിക്കും, അദ്ദേഹം എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ഇടപെടുന്നത് എന്നൊരു ചോദ്യം മിക്കവാറും എല്ലാ അധ്യായത്തിന്റെ അവസാനം ഉണ്ടാവും. അപ്പൊ അതുപോലെ ഇവിടെയും അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പോ മനസ്സിനെ കീഴടക്കാൻ പറ്റില്ല, കാറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നൊക്കെ അർജുനൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവ്വം ആത്മസാക്ഷാത്കാരങ്ങളുടെ പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളിൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണയിലെത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്ത് സംഭവിക്കും? ഇത് പ്രത്യേകിച്ച് അഷ്ടാംഗയോഗിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ അങ്ങനെ യോഗി അഷ്ടാംഗയോഗം സ്വീകരിച്ച് അതിൽ ഉയർന്നു വന്നു കഴിഞ്ഞാല് അവസാനം ചിലപ്പോ നമുക്കറിയാം അഷ്ടാംഗയോഗി ധ്യാനയോഗികളൊക്കെ എന്താ പറ്റിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അവര് കുറച്ച് സ്റ്റെപ്പുകൾ കഴിഞ്ഞ് ആ ഫൈനൽ സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അവർ പല പല തരത്തിലുള്ള ശക്തികൾ കിട്ടും. അഷ്ടാംഗയോഗികൾക്കാണെങ്കിൽ 8 തരത്തിലുള്ള അവർക്ക് ശക്തി കിട്ടുമെന്ന് പറയുന്നത്. അണിമ, ലഘ്യമ, ഭാരം കുറയ്ക്കാൻ സാധിക്കുക, ചെറുതാകാൻ സാധിക്കുക, വലുതാകാൻ സാധിക്കുക, ശ്രവണം, ദൂരത്ത് നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിൽ ഗ്രഹിക്കാൻ സാധിക്കും. പിന്നെ നമ്മള് എങ്ങനെ വേണം ഒരാള് പ്രവർത്തിക്കാൻ എന്നുള്ളത് വേറെ ഒരാളിൽ ആ ശക്തി പ്രകടിപ്പിക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ശക്തികൾ ധാരാളം കിട്ടും. അപ്പൊ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, പല ആൾക്കാരും ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മവും ശിവലിംഗം അല്ലെങ്കിൽ സ്വർണമോതിരം, ആപ്പിൾ ഒക്കെ എടുത്തു കൊടുക്കുന്നതാണ്. അപ്പൊ അവര് ഇങ്ങനെയാ അവർക്ക് ആ സിദ്ധികൾ, അവരുടെ സാധന ചെയ്ത് അവർക്ക് പല സിദ്ധികളും കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ എന്താവും, ജനങ്ങള് ധാരാളം ആൾക്കാരുണ്ടാവും, ഫോളോവേഴ്സ്, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ധാരാളം ധനം വന്നു ചേരും. അപ്പോ അവര് അവിടെ വെച്ചങ്ങ് ധ്യാനയോഗത്തിന്റെ പരിപൂർണതയിൽ എത്തിയില്ല. ഈ സിദ്ധികൾ കിട്ടുമ്പോഴത്തേക്ക് അവര് അതിൽ മതിമറന്ന് പിന്നെ ഈ ഭൗതിക ലോകത്തിലേക്ക് വരിക ചെയ്യണം. അപ്പൊ അങ്ങനെ വരുന്നവരുടെ യോഗിക്ക് എന്ത് സംഭവിക്കുന്നതാണ്
അർജുനൻ ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഇനി 40 മുതലുള്ള ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്. ശ്രീലപ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ ഒരു ഭക്തിയോഗിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഒരു ഭക്തിയോഗി അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരാദ്യം എന്താ പഠിക്കുക? നമ്മൾ 2ാമത്തെ അധ്യായത്തില് പഠിച്ചു. നമ്മള് ഈ ശരീരമല്ല, ആത്മാവാണ്. ആത്മാവിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ആത്മാവ് എപ്പോഴും സച്ചിദാനന്ദ സ്വരൂപനാണ്. ആത്മാവ് പരമാത്മാവിന് അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തെ ഈ ഭൗതിക ശരീരത്തിൽ നിന്നും അതിൽ നിന്ന് ഭിന്നമാണെന്നും തന്റെ യഥാർത്ഥ സുഖം സച്ചിദാനന്ദ ജീവിതത്തിലുള്ള ബോധമാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ അടിസ്ഥാനത. അപ്പോ കൃഷ്ണാവബോധം ഉൾക്കൊണ്ടുവരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അദ്ദേഹം തുടക്കത്തിൽ തന്നെ അദ്ദേഹം ആരാണ്, അദ്ദേഹവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ചെയ്യണം. മറ്റേവരെന്താവെന്ന് പറഞ്ഞാല് മറ്റേവര് അവരുടെ ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വന്ന് ലാസ്റ്റ് മാത്രമേ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ലാസ്റ്റിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് പകുതി വഴിക്ക് അവര് വീണു പോകുന്നാ പറയണത്. അപ്പം ഈ ഭക്തിയോഗത്തിലുള്ളവർക്ക് നമ്മള് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാന്റെ ഒരു അംശമാണെന്ന് അവരാദ്യം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും വീഴ്ച പറ്റില്ലെന്നാണ് ശ്രീലപ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഇവിടെ ജ്ഞാനമാർഗത്തിലൂടെയോ അഷ്ടാംഗ യോഗചര്യയിലൂടെയോ ഭക്തിയോഗം വഴിക്കോ ജനങ്ങൾ ആത്മസാക്ഷാത്കാരം തേടുന്നു. ഈ 3 വഴിക്കും ആത്മസാക്ഷാത്കാരം നേടാം. ഏത് വഴിക്കായാലും ജീവാത്മാവിന്റെ മൂലസ്വരൂപത്തെയും ഭഗവാനുമുള്ള ബന്ധത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് പാതയിൽ വന്നാലും ശരി, നമുക്ക് നമ്മൾ എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയിലുള്ള ആത്മാവിന്റെ ജീവാത്മാവിന്റെ ബന്ധം, പരമാത്മാവായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ഈ എല്ലാത്തിൻ്റെയും മൂല ഉദ്ദേശം. നഷ്ടപ്പെട്ടുപോയ ബന്ധം പുനഃസ്ഥാപിച്ച് കൃഷ്ണാവബോധത്തിന്റെ പരമകാഷ്ഠയിൽ എത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. മുൻ പറഞ്ഞ 3 പദ്ധതികളിൽ സ്വീകരിച്ചാലും വേഗത്തിലോ പതുക്കെയോ തീർച്ചയായും പരമപദം പോകാം. അതാണ്. എങ്ങനെയാവും? വേഗത്തിലോ പതുക്കെയോ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അഷ്ടാംഗയോഗം, ജ്ഞാനമാർഗം എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പറയുന്നത്. യോഗ പ്രാക്ടീസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കലികാലത്തില് നമുക്ക് ഇപ്പൊ അഷ്ടാംഗയോഗമൊക്കെ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഭൗതിക ജീവിതം നിലനിർത്താനായിട്ട് നമ്മൾ വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുശേഷം പോയി അഷ്ടാംഗയോഗം ചെയ്തു കഴിഞ്ഞാല് അതൊരിക്കലും പരിപൂർണതയിലെത്തൂല. പണ്ടൊക്കെ യോഗികൾക്ക് അത് സാധിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാല് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. രാജാക്കന്മാരെല്ലാവരും യോഗികളായിട്ട് വളരാനും അവരെ ശരിയായ ലക്ഷ്യം എന്താണെന്ന് അറിയാവുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലത്തൊക്കെ അത് ചെയ്തിരുന്നു. ഇപ്പൊ കലികാലത്ത് അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇതിനെയാണ് ഇവിടെ ശ്രീലപ്രഭുപാദ് പറയുന്നത്. പതുക്കെ ആത്മസാക്ഷാത്കാരം കിട്ടുന്ന വഴികളാണ് എന്താ പറയുക, അഷ്ടാംഗയോഗം, ജ്ഞാനമാർഗം. ജ്ഞാനമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിലുള്ള പരമാത്മാവിനെ അറിയുകയാണ്. അപ്പൊ അവര് പലതരത്തിലുള്ള ജ്ഞാനങ്ങള്, ഉപനിഷത്തുകള്, ഇത് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അവസാനമാണ് സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നത്. ആ പരമോദം 2ാം അധ്യായത്തിൽ ഭഗവാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മോക്ഷത്തിലേക്കുള്ള വൻ പ്രതീക്ഷയാണ്. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ശരിയായ രീതി എന്ന നിലയിൽ ഈ 3 പദ്ധതികളിൽ വെച്ച ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായത് ഭക്തിയോഗം അത്രേ. അപ്പൊ നമുക്ക് കലികാലത്തില് ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം നമുക്ക് സാധിക്കുള്ളൂ എന്നാണ്. മറ്റേതുള്ളതെല്ലാം പതുക്കെ പോകുന്നതാണ്. ഇപ്പൊ 2ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ഈ യോഗികള്, ഇപ്പൊ അർജുനന്റെ സംശയം അതായിരുന്നല്ലോ. ഈ ഇങ്ങനെയുള്ള യോഗ പദ്ധതിയിൽ പോയിട്ട്
പിന്നീട് അവര് ഭൗതിക ലോകത്തിലെ ലൗകിക വാസനയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഗതി എന്താവും എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അവര് അടുത്ത ജന്മത്തില് ഉന്നതമായ ബ്രാഹ്മണ കുലത്തിലോ അല്ലെങ്കിൽ ധനാഢ്യന്മാരുടെ കുടുംബത്തിലോ ജന്മം എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാല് ചെറുപ്പം മുതലേ ആ ഭക്തിയുത സേവനത്തിൽ പരിശീലനം കിട്ടും, അങ്ങനെ ആത്മസാക്ഷാത്കാരം ലഭിക്കണം എന്നുള്ളതാണ് ശരിക്കും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആൾക്കാരുടെ കർത്തവ്യം. അവരും സാക്ഷാത്കാരത്തിൽ മുന്നേറുക, അതുപോലെ ബാക്കിയുള്ളവരെയും ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ധനാഢ്യന്മാരുടെ കുടുംബത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഈ ഭക്തിയുത സേവനത്തിന് വേണ്ടി ചെയ്യാൻ ധാരാളം സമയം ഉണ്ടാവും. ഇപ്പൊ സാധാരണക്കാര് 16 മണിക്കൂറും ഒക്കെ ജോലി ചെയ്ത് പിന്നീട് തളർന്ന് വീട്ടിൽ വന്ന് പിന്നെ രാത്രി അവര് ഈ ശരീരം തളർന്നു കഴിയുമ്പോൾ അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് മദ്യത്തെ ആശ്രയിക്കും. അപ്പൊ അങ്ങനെ അവരുടെ ജീവിതം പാഴായി പോകും. അതേസമയം ധനാഢ്യന്മാരുടെ കുടുംബത്തിലാണെങ്കിൽ ഭഗവാന്റെ ആരാധനകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അവർക്ക് അതുപോലെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ അത് ഭക്തിയുത സേവനം ചെയ്യാനായിട്ട് ധാരാളം സമയം ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണര് ആണ് ഏറ്റവും വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്നത്. ബ്രാഹ്മണ കുടുംബത്തിൽ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് ഒന്നും അവർക്കുണ്ടാവില്ല. പേര് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു എന്ന് മാത്രം. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അതിന് ഓപ്പോസിറ്റ്. അപ്പൊ അതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷെ ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ആ ഭക്തിയുത സേവനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവർക്ക് അങ്ങനെ അടുത്ത ജന്മം കൊടുത്തിട്ട് അപ്പൊ നമ്മള് ശ്രേഷ്ഠ ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ഒരാൾ ആത്മാർത്ഥയോടെ സാക്ഷാത്കാരത്തിന്റെ മാർഗം സ്വീകരിക്കും. പക്ഷെ ജ്ഞാനത്തെ വളർത്തിയെടുക്കലും അഷ്ടാംഗയോഗ പരിശീലനം ഇന്ന് കൂടുതൽ ദുഷ്കരമായതിനാൽ നിരന്തരം പരിശ്രമിച്ചാൽ കൂടി വിവിധ കാരണങ്ങളാൽ പരാജയനായെന്ന് വരാം. ഇവർക്കൊന്നും പരിപൂർണതയിൽ ഈ കലികാലത്തില് പരിപൂർണതയിലെത്താൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. ഒന്നാമത് അയാൾ ഈ പദ്ധതിക്ക് ആവശ്യമായ പ്രാധാന്യം കൽപ്പിക്കുകയില്ല. കലിയുഗത്തിൽ പറഞ്ഞതുപോലെ ജീവിതം നമ്മുടെ ശരീരം നിലനിർത്താൻ വേണ്ടി തന്നെ ധാരാളം സമയങ്ങൾ ചെലവഴിക്കണം. അതിനുശേഷം ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അഷ്ടാംഗയോഗം അറിയാം, യമം നിയമം ആസനം അങ്ങനെ. അപ്പൊ യമം നിയമം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പാലിക്കേണ്ടതായ പല ചടങ്ങുകളും ഉണ്ട്. അത് പലപ്പോഴും ഈ ഭൗതിക ലോകത്ത് ഇപ്പോൾ സാധ്യമല്ല. അപ്പൊ എങ്ങനെയാണ് അഷ്ടാംഗയോഗത്തിൽ അവർക്ക് മുന്നേറാൻ സാധിക്കുക? അതിനാൽ തന്നെ ഇതിന്റെ പിടുത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മനുഷ്യനെ വിവിധങ്ങളായ പ്രലോഭനം കൊണ്ട് മായാശക്തിയെ തോൽപ്പിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉള്ള അഷ്ടാംഗയോഗത്തിലും മറ്റതിലൊക്കെ കുറച്ച് പെർഫെക്ഷൻ കിട്ടിയ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭൗതിക സ്ഥാനമാനങ്ങളിൽ അവർ മോഹിച്ച് അവർക്ക് കിട്ടുന്ന ആ ഫലങ്ങള് ചിലപ്പോൾ അവര് പറയുന്ന കാര്യങ്ങള് നടക്കും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് രണ്ടാൾക്ക് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ചിലപ്പോ പുള്ളിയുടെ ആ നാവ് പറഞ്ഞ സമയം കൊണ്ട് ചിലപ്പോ പറഞ്ഞതായിരിക്കും, അതുകൊണ്ടായിരിക്കും ശരിയായത്. ഒരാൾക്ക് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ടോ, വളരെയധികം കൃത്യമായിട്ട് പ്രവചിക്കുന്നുണ്ട്, അപ്പൊ അയാളടുത്ത് പോയാൽ മതി. അങ്ങനെ അവര് ആ സ്ഥാനമാനങ്ങളില് വീണുപോകും. അതാണ് മായാശക്തി അവിടെ. അതാണ് മായാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ ഈ ഭൗതിക ലോകം നിലനിർത്തുന്ന ബഹിരംഗ ശക്തിയില് വീണുപോകുന്നവരുടേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയായ രീതിയിൽ ഭക്തി കിട്ടാത്ത ഒരു
വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം മായയുടെ വലയിൽ പെടുന്ന ചുരുക്കം. ഒരു ഭക്തനെ സംബന്ധിച്ച് മായാശക്തി എന്താ ചെയ്യുക? ആ ഭക്തനെ സഹായിക്കുക ചെയ്യണത്. ആ മായയുടെ ഇതിൽ നിന്നും മാറ്റി നല്ല തരത്തിലുള്ള ബുദ്ധി കൊടുത്ത് ഭക്തനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് മായാശക്തി സഹായിക്കും. സ്വാഭാവികമായി തന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രലോഭനത്തിൽ വശീകൃതനായ ബദ്ധനായ ജീവാത്മാവ് ആധ്യാത്മിക ചര്യയിൽ നിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും പ്രലോഭനങ്ങളിൽ വശീകരിക്കാനുള്ള സാധ്യതയുണ്ട് താനും. യോഗചലിത മാനസ ആധ്യാത്മിക മാർഗങ്ങളിൽ നിന്നുള്ള ഭ്രംശമാണിത്. ആത്മജ്ഞാനത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള ഫലം എന്തെന്നറിയാൻ അർജുനന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുന്ന അഷ്ടാംഗയോഗികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് ശ്ലോകം 38 കൂടെ ഒന്ന് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. കച്ചിന്നോ അഭയഭൃശ്ചിന്ന ഭ്രമവിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണാപധി. കച്ചിന്നോഭയവിഭ്രഷിന്ന ഭ്രമവിവ നശ്യതി അപ്രതിഷ്ഠോ മഹാഭാഗോ വിമൂഢോ ബ്രഹ്മണാപതി. ശ്ലോകം ആരെങ്കിലും വായിക്കുന്നെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കച്ചിന്നോ ഭയവിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണാപതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉഭയവിഭ്രഷ്ട, രണ്ടിൽ നിന്നും, ലൗകിക സുഖത്തിൽ നിന്നും യോഗത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ബ്രഹ്മണ അഭൗതികതയുടെ യോഗത്തിന്റെ പന്ഥാവിൽ വിമൂഢനായിട്ട് അപ്രതിഷ്ഠ സ്ഥിരതയില്ലാത്തവനായി മഹാബാഹോ, ഹേ മഹാബാഹോ ആയ കൃഷ്ണ, അവൻ ചിഹ്നഭ്രമം ഇവ ചിഹ്നച്ചിതറിയ മേഘം പോലെ കച്ചിന്ന നശ്യതി നശിക്കുകയില്ലേ. വിവർത്തനം. ഹേ മഹാബാഹോ കൃഷ്ണ, അങ്ങനെ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെയും ഒരിടത്ത് സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായി പോയ മേഘത്തെ പോലെ നശിക്കുമോ? ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുന്നെങ്കിൽ വായിക്കാം. ശ്ലോകം 38 ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. പുരോഗതി 2 തരത്തിലുണ്ട്. ഭൗതികവാദികൾക്ക് അതീന്ദ്രിയ സത്തതയിൽ താല്പര്യമില്ല. സാമ്പത്തികാഭിവൃദ്ധി മൂലം ഉണ്ടാകുന്ന ഭൗതികോത്കർഷത്തിലാണ് അവർക്ക് കൂടുതൽ താല്പര്യം. കൂടാതെ വിഹിത കർമ്മങ്ങളാൽ നേടാവുന്ന ഉപരിലോകവാസത്തിലും ആധ്യാത്മിക മാർഗവും സ്വീകരിക്കുന്ന ഒരാൾ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയും സകല ഭൗതിക സുഖങ്ങളും ത്യജിക്കുകയും വേണം. തന്റെ പരിശ്രമത്തിൽ വിജയിക്കാത്ത പക്ഷം 2 വഴിയും നഷ്ടപ്പെട്ടു എന്ന് അയാൾക്ക് തോന്നാം. ഭൗതിക ഭോഗങ്ങളോ ആധ്യാത്മിക വിജയമോ ആസ്വദിക്കാൻ അയാൾക്ക് കഴിയാതെയാകുന്ന നിലതെറ്റിയ അയാൾ ഛിന്നഭിന്നമായ ഒരു മേഘത്തെ പോലെയാണ്. ആകാശത്തിലെ മേഘശകലം ചിലപ്പോൾ ചെറിയൊരു മേഘത്തിൽ നിന്ന് വിട്ടുപോകുന്ന വലിയ ഒന്നിനോട് ചേരാറുണ്ട്. അങ്ങനെ യോജിക്കാനാവാതെ വരുമ്പോൾ കാറ്റ് പറത്തിവിടുന്നു. ആ മേഘക്കീറെ നിസ്സീമതയിൽ നിരാധാരമായി പാറി നടന്നു മറയുന്നു. താൻ മൗലികമായി ആത്മസത്തയാണെന്നും ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ അവസ്ഥകളിൽ സ്വയം ആവിഷ്കരിക്കുന്ന കൃഷ്ണന്റെ ഒരംശമാണ് താൻ എന്നുമുള്ള ബോധത്തിന്റെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ വഴിയെ കുറിക്കുന്നതാണ് ബ്രഹ്മണാപതി. പരമമായ നിരേഷഭ തത്വത്തിന്റെ സമ്പൂർണ്ണ പ്രത്യക്ഷീഭാവമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ആ പരമപുരുഷനെ സ്വയം സമർപ്പിക്കുന്നവൻ വിജയം കൈവരിച്ച യോഗിയാണ്. ബ്രഹ്മത്തെയോ പരമാത്മനെയോ സാക്ഷാത്കരിച്ച് ഈ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അനേകം ജന്മങ്ങൾ വേണ്ടിവരും. ബഹൂനാം ജന്മനാമന്തേ. അതിനാൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള അത്യുത്തമ മാർഗം ഭക്തിയോഗം അഥവാ നേരിട്ടുള്ള കൃഷ്ണാവബോധ പദ്ധതി തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെയാണ് ഭഗവാൻ അർജുനൻ കൂടുതൽ കുറച്ചും കൂടെ ഈ ഭൗതികതയിൽ കൂടുതൽ ആകൃഷ്ടരായ ആൾക്കാരെ കുറിച്ച് നേരത്തെ ഇതില് അഷ്ടാംഗയോഗികളെയും ജ്ഞാനയോഗികളെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇവിടെ ഈ ഭക്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും അവർക്ക് ഈ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ കൂടുതൽ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരുടെ കാര്യം എന്താവും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്.
അപ്പൊ പുരോഗതി രണ്ട് തരത്തിലുണ്ട്. ഭൗതികവാദികൾക്ക് അതീന്ദ്രിയത്തിൽ താല്പര്യമില്ല. സാമ്പത്തിക പൂർത്തിയിൽ ഉണ്ടാകുന്ന ഭൗതികോർഷത്താണ് അവർക്ക് കൂടുതൽ താല്പര്യം. കൂടാതെ വിഹിത കർമ്മങ്ങളിൽ നേടാവുന്ന ഉപരിലോകവാസത്തിലും ആധ്യാത്മികം സ്വീകരിക്കുന്ന ഒരാൾ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ തന്നെ ഒഴിഞ്ഞു നിൽക്കുകയും സകല ഭൗതിക സുഖങ്ങളും ത്യജിക്കുകയും വേണം. അപ്പൊ ചിലര് ഉത്കൃഷ്ടമായ കർമ്മങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അവരുടെ മനസ്സിലെ ആഗ്രഹം സ്വർഗലോക പ്രാപ്തി. അപ്പൊ അവരെല്ലാവരും ഭക്തിയുത സേവനമാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്കും എന്താ പറ്റുന്നത്? ആ ഭൗതിക സുഖങ്ങളിലാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ഭൗതിക സുഖങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഫലകാംക്ഷയോടെ കർമ്മം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തി ഉണ്ട് അവർക്ക്, പക്ഷേ എങ്കിൽ അവർ ചെയ്യുന്ന ഭക്തി കർമ്മങ്ങളിൽ അവർക്കൊരു ഫലം അവരാഗ്രഹിക്കുന്നുണ്ട്. സ്വർഗലോക പ്രാപ്തി, മരിച്ചു കഴിഞ്ഞിട്ട് മോക്ഷം, അങ്ങനെയുള്ള. അപ്പൊ അവർക്കും എന്താവും എന്നാണ്. അപ്പൊ ഇവിടെ പറയുന്നത് അനേക ജന്മങ്ങളെ വേണ്ടി വരുമെന്നാണ് പറയണത് അവർക്ക് ആ ആത്മസാക്ഷാത്കാരം കിട്ടാനായിട്ട്. ഇപ്പൊ ഇവിടെ ഉദാഹരണം പറയുന്നത് മേഘശകലങ്ങളാണ്. അപ്പൊ അവരുടെ ഈ ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആകാശത്തിലെ മേഘങ്ങളാണ്. അപ്പൊ അവര് ചെറിയ ചെറിയ മേഘ കഷ്ണങ്ങൾക്ക് എന്ത് പറ്റും? ആകാശത്തിലെ അത് കാറ്റടിച്ച് ഇങ്ങനെ പോകും. അതേസമയം വളരെയധികം നമ്മളെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ കാർമേഘങ്ങൾ വരില്ലേ? ഇപ്പോൾ ഈ കാലാവസ്ഥാ പ്രവചനത്തിൽ അവർ പറയാറുണ്ട്, ഓരോ ആ കാലവർഷം വരുമ്പോൾ ആ മേഘങ്ങള് ചിലപ്പോ 400 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവ് ഉണ്ടാവുന്ന പറയുന്നത് ഒരു മേഘശകലത്തിന്. അപ്പൊ അതിനെ ഒരു കാറ്റിനോ ഒന്നിനും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അപ്പൊ 400 കിലോമീറ്റർ ചുറ്റളവില് മഴ പെയ്യിച്ചുകൊണ്ടാണ് കാർമേഘം വരുന്നത്. വളരെ ശക്തമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഫ്ലൈറ്റിലൊക്കെ ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അവര് ഉടനെ തന്നെ വലിയ വലിയ കാർമേഘങ്ങൾ വരുമ്പോൾ, ചെറിയ മേഘങ്ങളാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. വലിയ കാർമേഘങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരതിൻ്റെ മുമ്പിൽ നിന്ന് ദിശ മാറ്റും ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് കിടന്ന് ഇങ്ങനെ ആടും. അപ്പൊ മേഘങ്ങൾക്ക് വലിയ ശക്തിയാണ്. അപ്പോൾ ചെറിയ ചെറിയ മേഘങ്ങൾക്ക് എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കാറ്റിൽ അലിഞ്ഞു. അതുപോലെ ആയി പോകുമോ ഭക്തിയിൽ? അപ്പൊ ആത്മസാക്ഷാത്കാരം, ഭഗവാനെ ആശ്രയിക്കാത്ത ആൾക്കാർ അവരെ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ മേഘ കഷ്ണങ്ങളായിട്ടാണ്. അപ്പൊ അവർക്ക് അതീന്ദ്രിയ സാക്ഷാത്കാരത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഇതുപോലെ അങ്ങനെ പകുതി വഴിയിൽ വെച്ച് അവർ വിട്ടിട്ട് ഭൗതിക വാസനകളിൽ മുങ്ങിപ്പോകും. അപ്പോൾ ഇവിടെ ശ്രീലപ്രഭാത് എഗെയിൻ എല്ലാ ഈ ശ്ലോകത്തിൽ പറയുന്നത്, അതിനാൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള അത്യുത്തമ മാർഗം ഭക്തിയോഗം അഥവാ നേരിട്ടുള്ള കൃഷ്ണാവബോധി പദ്ധതി തന്നെയാണെന്ന് അവിടെ പറയണത്. അപ്പോൾ ഇതിന് നമ്മളെ ഒരു ചെറിയ ഉദാഹരണം പറയാറുണ്ട്. ഇവിടെ മേഘത്തിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ഒരു എന്താ പറയാ, ഒരു ശില്പി, അദ്ദേഹം ഒരു ശില്പം, ഭഗവാന്റെ ശില്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ കല്ലുകൾ അന്വേഷിച്ച് ആ പാറമടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ നാട്ടിലേക്ക് കണ്ടിട്ടില്ല, പണ്ടൊക്കെ സർവേ കല്ല് എന്ന് പറഞ്ഞ ഇങ്ങനെ നീളത്തിലുണ്ടാവും കല്ലുകൾ ഉണ്ടാവും. അപ്പൊ ആ സർവേ ഡിപ്പാർട്ട്മെന്റിന് കല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ കൊത്തി കൊത്തി ആയിരക്കണക്കിന് സർവേ കല്ലുകൾ ഇങ്ങനെ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശില്പി അവിടെ ചെന്നിട്ട് നല്ല കല്ല് നോക്കി എനിക്ക് 2 കല്ല് കിട്ടണം എന്ന് പറയും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 3-4 സർവേ കല്ലെടുത്ത് അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ആ ഒരു കല്ലെടുത്തിട്ട് നല്ലൊരു ശില്പം, ഭഗവാന്റെ ഒരു ശില്പം ഉണ്ടാക്കി നല്ല പെർഫെക്ഷനോടുകൂടി, പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു ശില്പിയാണെങ്കിൽ നല്ലൊരു ശില്പം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ശില്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, ആരോ അതിലെ ഇങ്ങനെ പോയപ്പോൾ നല്ലൊരു ശില്പം കണ്ടിട്ട് അവര് പറഞ്ഞു, ഞങ്ങളൊരു ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തിലേക്ക് ആ കല്ല് കൊണ്ടുപോകണം എന്ന് പറയും. ഒക്കെ കൊണ്ടുപോക്കോളൂ എന്ന് പറയും. അപ്പോ അവര് ആ ക്ഷേത്രത്തിലേക്ക് കല്ല് കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ആ വിഗ്രഹം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ചെയ്ത്
അവിടെ കാലം ഇങ്ങനെ പോയപ്പോഴത്തേക്കും ആ ക്ഷേത്രത്തിന് വളരെയധികം പേരും പെരുമയൊക്കെ കിട്ടി. അപ്പോ ധാരാളം ജനങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ പല പല ഉത്സവങ്ങളായി. എന്നും അവിടെ തിരക്കാണ്. അപ്പോ ഈ കൂടെ അന്ന് ഈ ഇതിന്റെ കൂടെ കൊണ്ടുവന്ന 2-3 സർവേ കല്ലുകൾ എന്താ ഈ വഴിയില് അതിർത്തി കാക്കാനായിട്ട് അളന്നിട്ട് സർവേ കല്ല് അവിടെ ഇട്ടിരുന്നു. ഈ ആൾക്കാരെല്ലാരും പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഈ കല്ല് ചോദിച്ചു, നിങ്ങളെല്ലാം എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട്, ഞങ്ങൾ അവിടെ ആ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ പോവുകയാണ്. വലിയ പേരുകേട്ട ക്ഷേത്രമാണ്. ധാരാളം ദൂരെ ദൂരെ ആൾക്കാരൊക്കെയാ വരുന്നത്. അവിടെ വലിയ വിശേഷമാണ്. ആ സർവേ കല്ല് പറയും, ഏയ് ഞാനും അതിനെ പോലെ ഒരു കല്ല് തന്നെയാണ്, നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത്? ഞാനും ആ കല്ലും എല്ലാം ഒന്ന് തന്നെയാണ്. ആ അവിടെ ഒഴിക്കുന്ന പാലും നെയ്യൊക്കെ ഇവിടെ ഒഴിച്ചോളൂ, ആ സെയിം കല്ല് തന്നെയാണ് അവിടെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടും ഒരുമിച്ചുണ്ടായതാ. അപ്പൊ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ എന്നിട്ട് ആ ഉദാഹരണം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ ശില്പിയാണ് ഒരു ഗുരുവിനെ ആയിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അന്ന് ആ ശില്പി ഈ 4 കല്ലും എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ആ ഒരു കല്ല് എടുത്തിട്ട് ആ ശില്പി നല്ലപോലെ ശില്പം കൊത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അത് വളരെയധികം പ്രസിദ്ധമായ ഒരു ഭഗവാന്റെ വിഗ്രഹമായി മാറി. ഭഗവത് ചൈതന്യം അതിലേക്ക് വന്നു. അതേസമയം ആ ഗുരുവിന്റെ അല്ലെങ്കിൽ ആ ശില്പിയെ നമ്മൾ ഗുരുവായിട്ട് സങ്കല്പിച്ചോളൂ. ആ ഗുരുവിന്റെ കടാക്ഷം കിട്ടാത്ത ആ കല്ല് എന്തായി? ആ സർവേ കല്ലായിട്ട് അവിടെ വീണുപോയി. അതിനെ ആരും ശ്രദ്ധിക്കാതെയായി പോയി. അപ്പൊ ഒരു ഗുരുവിന്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു ഗുരു വന്നിട്ട് നമ്മളോട് പറയും, ഇതാണ് കൃഷ്ണാവബോധം, ഭക്തിയോഗത്തിൽ മുന്നേറേണ്ടത് മനുഷ്യ ജീവിതത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അതിനെന്ത് പറയും? യമനിയമങ്ങൾ പാലിക്കണം, നാമം ചൊല്ലണം. അപ്പോ ആ ശില്പി ആ വിഗ്രഹത്തിൽ ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഈ സർവേക്കല്ല് എന്ത് പറഞ്ഞു? എന്റെ പുറത്തൊന്നും പുളി കൊണ്ടൊന്നും കുത്തണ്ട, എനിക്ക് വേദന എടുക്കാനൊന്നും പറ്റില്ല. അതുപോലെയാണ് ഗുരു നമ്മളോട് വന്ന് പറയും, ചാൻഡിങ് ചെയ്യൂ, യമനിയമങ്ങൾ പാലിക്കൂ, ഏകാദശി വ്രതം നോക്കൂ, ക്ഷേത്രത്തിലെ ഭക്തന്മാരുമായിട്ട് സത്സംഗത്തിൽ പങ്കെടുക്കൂ. ഇതെല്ലാം നമുക്ക് ഈ ഭൗതികതയിൽ മുങ്ങി നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ആ ഗുരുവിന്റെ നിർദ്ദേശം സ്വീകരിച്ച ഒരു വ്യക്തി എന്താവും? അദ്ദേഹം ആ ഭക്തിയില് ആ ഭഗവാന്റെ സേവനത്തിൽ മുന്നേറിയിട്ട് ആ ഭഗവാന്റെ ആ സച്ചിദാനന്ദ സ്വരൂപം, ആ സച്ചിദാനന്ദത്തിലേക്ക് ആ ഗുരു നമ്മളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യണത്. അപ്പോ ചിലതൊക്കെ ഈ ഭൗതിക ലോകത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് കിട്ടുന്ന ലാഭം എന്താണ്? നമ്മൾ ഈ ഭൗതിക സംസാര സാഗരത്തിൽ നിന്ന് ആ ഗുരു നമ്മളെ പിടിച്ചുയർത്തിക്കൊണ്ടു പോവുകയാണ് ഭഗവാന്റെ അടുത്തേക്ക് ഭക്തി മാർഗത്തിലൂടെ. അപ്പോ ഇവിടെ ചുരുക്കത്തിൽ പറയുന്നത് ഭക്തിമാർഗമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. അഷ്ടാംഗയോഗം, ജ്ഞാനയോഗം. ഇപ്പം ഈ ലോകത്തിലെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ശാസ്ത്രങ്ങളിൽ ഈ പദ്ധതികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഒന്നിനെക്കാട്ടിൽ മോശമാണെന്ന് പറയുന്നില്ല. എല്ലാം ഭഗവാന്റെയിലേക്ക് എത്താനുള്ള വഴികളാണ്. പക്ഷെ ചില കാലത്തിനും സമയത്തിനും ദേശത്തിനും അനുസരിച്ച് ചില പദ്ധതികൾക്ക് വ്യത്യാസമുണ്ടാകും. എവിടെയാണോ അനുയോജ്യമായിട്ടുള്ളത് അവിടെ ആ പദ്ധതികൾ നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് ആ ആത്മസാക്ഷാത്കാരത്തിൽ മുന്നേറാൻ സാധിക്കും. ഇപ്പോ ഒരു പരീക്ഷയ്ക്ക് SSLC പരീക്ഷയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും പരീക്ഷ നടത്തുന്ന ബോർഡ് സിലബസ് ഉണ്ടായിരിക്കും. ആ വർഷം ആദ്യം മുതൽ ആ സിലബസ് ആയിരിക്കും പഠിപ്പിക്കുക. ഇല്ല, ഞാനത് പഠിക്കില്ല എന്നും എനിക്ക് ഇഷ്ടമുള്ളത് വേറെ ഒരു സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞ് അത് പഠിച്ചിട്ട് അത് പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ അവർ സമ്മതിക്കും? അവര് തന്നിരിക്കുന്ന സിലബസ് അനുസരിച്ച് പഠിച്ച് നമ്മൾ ആ പരീക്ഷ എഴുതിയാൽ മാത്രമേ നമുക്കത് പാസ്സാകാനും അതിന്റെ സർട്ടിഫിക്കറ്റും കിട്ടുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഭക്തിയുത സേവനത്തിൽ മുന്നേറാനായിട്ട് നമ്മൾ ചില പദ്ധതികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് പോയാൽ മാത്രമേ നമുക്കതിന് ഫലം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗവതത്തിലെ ബ്രഹ്മാവ് അറിയാം, ആദ്യത്തെ ജീവസൃഷ്ടിയാണ് ബ്രഹ്മാവ് ഈ ലോകത്തില്. ആ
ബ്രഹ്മാവിനാണ് ഭഗവാൻ വേദശാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തത്. ആ ബ്രഹ്മാവ് ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിനുള്ള ചില വഴികൾ അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്, ഭഗവാൻ സ്വന്തം ആന്തരിക ശക്തിയാൽ ജീവസത്തകളിൽ നിന്ന് ഭിന്നനാണ്. ബുദ്ധിയുള്ളവൻ ഭഗവാന്റെ അമൂർത്തക നിർവ്യക്തിഗത ഘടകം സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഭഗവാന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. അതിനാൽ ബ്രഹ്മാവ് ഭഗവാനെ ശരണം പ്രാപിക്കും. അപ്പൊ എങ്ങനെയുള്ള ഭഗവാനെയാണ്? ഈ ഭൗതിക ലോകം സൃഷ്ടിച്ച ആ ഭഗവാൻ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ സാക്ഷാത്കരിക്കണമെന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. ബ്രഹ്മാവാണ് ആദ്യത്തെ ജീവസത്ത. ഗ്രഹസംവിധാനമാകുന്ന വൃക്ഷത്തിന്റെ തായ്വേര് ഭഗവാനാകുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മരങ്ങളായ അനേകം ശാഖകളുടെ വളർത്തുന്നതും ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ ബ്രഹ്മാവ് ശരണം പ്രാപിക്കും. അപ്പൊ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കുക, ഇതെല്ലാം മനസ്സിൽ നമ്മൾ കണക്കൂട്ടി വെച്ചോണം. എങ്ങനെ ഈ ഭൗതികലോകം സൃഷ്ടിച്ച ആ ഭഗവാൻ, ഗ്രഹ സംവിധാനങ്ങൾ സൃഷ്ടിച്ച ഭഗവാൻ. ഇപ്പോ നമ്മള് ഈ ഭൗതിക ലോകത്ത് കാണുന്നില്ല. ഇപ്പൊ ഒരു കുടുംബത്തിലാണെങ്കിൽ അച്ഛന്റെ കാലശേഷം അച്ഛന്റെ ആ സ്വത്ത് ചേട്ടാനിയന്മാർക്ക് വീതിച്ചു കൊടുക്കും. ചിലര് പേപ്പറിൽ എഴുതി വെച്ചിരിക്കും. ചിലപ്പോ പേപ്പറിൽ എഴുതി വെക്കാതായി കഴിയുമ്പോൾ എന്താവും? ചേട്ടാനിയന്മാര് തമ്മിൽ വഴക്കാവും. എന്തിനു വേണ്ടിയിട്ടാണ്? 20 സെന്റ് സ്ഥലമോ 30 സെന്റ് സ്ഥലമോ അതിൽ 1 സെന്റ് കുറഞ്ഞു പോയി, 1/2 സെന്റ് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മളവിടെ ചിന്തിക്കേണ്ടത് എന്താണ്? ഈ ലോകം സൃഷ്ടിച്ചത് ഭഗവാനാണെന്നും ഈ ബ്രഹ്മാണ്ടങ്ങളെ, എത്രയോ ലോകങ്ങളെ, ഈ എത്രയോ ബ്രഹ്മാണ്ടങ്ങളെ ഭഗവാനിൽ നിന്ന് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഭഗവാന് ഒരു സ്ഥലം നൽകാനായിട്ട് ഭഗവാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താ ബുദ്ധിമുട്ട്? ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കുന്നവരെ, ശാശ്വത കാലമായി അഭിനയിക്കുന്ന ഭഗവാനെ ശരണം പ്രാപിക്കുന്നു എന്ന് ബ്രഹ്മാവ് പറയും. അതല്ലേ? ഇപ്പോ നമ്മൾ പറയാറുണ്ട്, ഈ കാലം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ശക്തിയാണ്. അപ്പോ നമ്മൾ സമയത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ വളരെയധികം അത്ഭുതപ്പെട്ടു പോകും. ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക ചെയ്യണത്. അപ്പോ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, അങ്ങനെ സമയം നിയന്ത്രിക്കുന്ന ഭഗവാനെ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ സമയങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഒരു ജന്മം വളരെയധികം ഫലപ്രദമാക്കാൻ എങ്ങനെ സാധിക്കും? അത് കാലത്തിന്റെ ശക്തിയാണ്. അപ്പൊ ആ കാലത്തിന്റെ ശക്തിയെ നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കാനായിട്ട് അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്. നാരായണീയത്തിലെ ഭട്ടതിരിപ്പാട് അവസാനം ഇതെല്ലാം വിവരിച്ച ശേഷം പറയുന്നുണ്ടല്ലേ, ഈ കാലം എന്ന് പറയുന്നത് 360 ഇങ്ങനെ കള്ളികളുള്ള ആ കാലചക്രമാണ്. ആ ചക്രം ഇങ്ങനെ കഠിന വേഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഭാഗവതത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഒരു കഥയാണെന്ന് തോന്നും അല്ലേ? ഇപ്പോ ഭൗതിക ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിക്കും, ഈ ഭൂമി കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ എത്രയോ കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ 60-200 കിലോമീറ്ററിലൊക്കെ വണ്ടി ഓടിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ഭൂമി കറങ്ങുന്നത് അതിനെക്കാട്ടിലൊക്കെ എത്രയോ അധികം കിലോമീറ്റർ. സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ കറങ്ങുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ഗ്രഹങ്ങളൊക്കെ സൃഷ്ടിച്ച ആ ഭഗവാനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ അല്ലേ നമ്മൾ ശരണം പ്രാപിക്കേണ്ടത് എന്ന് നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞു തരുന്നു. വേറെ എന്തിനാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്? അങ്ങനെയുള്ള കരുണാമയനായിട്ടുള്ള ഭഗവാനെ നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് ആ ഭട്ടതിരിപ്പാട് ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ കഠിനമായിട്ട് കാലം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യണത്, നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഗുരുവായൂരപ്പനെ ശരണം പ്രാപിക്കും. ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ എന്ന് പറഞ്ഞാൽ കാലസ്വരൂപനായിട്ട് വരുന്ന ഭഗവാനാണ്. അദ്ദേഹത്തിന് മാത്രമേ
സമയത്തെ നമുക്ക് അനുകൂലമാക്കി തരാൻ സാധിക്കും. അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് ശരണം പ്രാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ജന്മം സഫലമാകും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. ഹരേ കൃഷ്ണ മാതാജി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. നല്ല കാശായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു ശ്ലോകം കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് ഭഗവാന്റെ ഉത്തരങ്ങളാണ് ഇനി അടുത്ത ശ്ലോകങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ദക്കി ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഹരേ കൃഷ്ണ.